പറഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തീയതി ഇപ്പോൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ തീയതി അറിയുന്നതിന് മുന്നേ തന്നെ 3 മുന്നണികളും വളരെ സജ്ജമായി കഴിഞ്ഞു എന്ന് തന്നെയാണ് നമ്മൾ റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ തന്നെ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ ഏറെ മുന്നിലും എത്തിക്കഴിഞ്ഞിരുന്നു. സാധാരണഗതിയിൽ UDF LDF പോരാട്ടമാണ് കേരളത്തിൽ നടക്കാറുള്ളത്. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ BJP വലിയൊരു വോട്ട് വിഹിതത്തിൽ വലിയൊരു മുന്നേറ്റം നടത്തിയതിനെ തുടർന്ന് തന്നെ വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ BJP നല്ല പ്രകടനം കാഴ്ചവെക്കുമെന്ന്. അത് മാത്രമല്ല, ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായി വന്നതിന് ശേഷം അവർ അപ്പോൾ മുതലേ ഈ തെരഞ്ഞെടുപ്പിനെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയെന്നാണ് BJP അവകാശപ്പെടുന്നത്. അപ്പോൾ മറ്റ് മുന്നണികളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ വരുന്നതിന് മുന്നേ തന്നെ, ഈ തീയതി തീരുമാനിക്കുന്നതിന് മുന്നേ തന്നെ കോൺഗ്രസിന്റെ പട്ടികകൾ പുറത്തു വന്നു കഴിഞ്ഞു. കോൺഗ്രസ് പ്രചരണവും ആരംഭിച്ചു കഴിഞ്ഞു. ഒരു തെരഞ്ഞെടുപ്പ് പ്രതീതി കോൺഗ്രസ് പലയിടത്തും ഉണ്ടാക്കി കഴിഞ്ഞിരുന്നു. അപ്പോൾ ഈ തീയതി പ്രഖ്യാപിച്ച ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ 3 മുന്നണികളുടെയും പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കും, തെരഞ്ഞെടുപ്പിനെ ഇവർ നേരിടുന്നത് എങ്ങനെയായിരിക്കും? 3 പേർക്കും ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പ്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉടനെ വരുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ളത് ഒരു സെമി ഫൈനൽ എന്ന് തന്നെ ഇതിനെ പറയാൻ കഴിയും. അത്രയും പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് 3 മുന്നണികളും ഇത് കാണുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഓക്സിജൻ എന്ന് തന്നെ പറയാം. അതെങ്ങനെയായിരിക്കും ഇനി വരുന്ന പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് വിലയിരുത്തി? ഈ തദ്ദേശ ഇലക്ഷന്റെ ഫലം ഒരുപാട് സ്വാധീനിക്കും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര് അധികാരത്തിൽ വരണമെന്നതിനെ ഏറെ സ്വാധീനിക്കുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കും തദ്ദേശ ഇലക്ഷനുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ കഴിഞ്ഞ തദ്ദേശ ഇലക്ഷനിൽ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, മുനിസിപ്പാലിറ്റികൾ, അതുപോലെ തന്നെ കോർപ്പറേഷൻ, ജില്ലാ പഞ്ചായത്ത് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇടതുമുന്നണി തുടച്ച് എടുക്കുക എന്ന് പറയുന്നത്, നമ്മൾ വാരി എടുക്കുക എന്നൊക്കെ പറയില്ലേ, ആ രീതിയിലായിരുന്നു ഇടതുമുന്നണിയുടെ വിജയം എന്ന് പറയുന്നത്. വളരെ കുറച്ച് പഞ്ചായത്തുകൾ, അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റികൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾ, ജില്ലാ പഞ്ചായത്തൊക്കെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കിട്ടിയിട്ടുള്ളത് എന്നുള്ള യാഥാർത്ഥ്യമാണ്. കോർപ്പറേഷൻ, എനിക്ക് തോന്നുന്നു കണ്ണൂർ കോർപ്പറേഷൻ മാത്രമാണ് കിട്ടിയത്. ആ കണ്ണൂർ കോർപ്പറേഷനകത്ത് ഭരണം തുടർച്ചയായി കൊണ്ടുപോകാൻ അവർക്ക് കഴിഞ്ഞു. തൃശ്ശൂർ കോർപ്പറേഷൻ തത്തുല്യമായ രീതിയിൽ അംഗങ്ങൾ വന്നു. പക്ഷെ വർഗീസ് ഈ കോൺഗ്രസ് വിമതനായി മത്സരിച്ചതുകൊണ്ട് അദ്ദേഹം LDFന് പിന്തുണ പ്രഖ്യാപിച്ചതുകൊണ്ട് തൃശ്ശൂർ കോർപ്പറേഷന്റെ ഭരണം കൈവിട്ടു പോകുന്ന അവസ്ഥയുണ്ടായി. എറണാകുളം കോർപ്പറേഷൻ ഒരുപാട് കാലമായി കോൺഗ്രസ് കയ്യിൽ വെച്ചുകൊണ്ടിരുന്ന കോർപ്പറേഷനാണ്. അത് പോകുന്നൊരവസ്ഥ. അനിൽകുമാർ മേയറായി വരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് മാത്രമല്ല, ഈ തദ്ദേശ ഇലക്ഷനെ സംബന്ധിച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് കോൺഗ്രസിന് മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ അടുത്ത ഒരു ഭരണത്തിൽ, ഇന്ത്യയുടെ ഭരണത്തിൽ ഒക്കെ വരണമെങ്കിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് വളരെ മുഖ്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കേരളത്തിൽ വളരെ ശക്തമായൊരു പാർട്ടി അല്ലെങ്കിൽ ശക്തമായൊരു മുന്നണിയായിട്ട് ആര് വരണം, ഈ പറയുന്ന പോലെ UDF വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അവർ വളരെ കൃത്യമായ രീതിയിലാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. അത് ജീവൻ മരണ പോരാട്ടം എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് കാണുന്നത്. കാരണം ഒരുപാട് ഗ്രൂപ്പ് പോരുകൾ, പ്രശ്നങ്ങൾ, അങ്ങനത്തെ ഒരുപാട് വിഷയങ്ങൾ കോൺഗ്രസിനെ അലട്ടുന്നുണ്ടായിരുന്നു. ഇപ്പോഴും പല മാധ്യമങ്ങളും കോൺഗ്രസിനെ ആക്ഷേപിക്കുന്നത് ഈ ഗ്രൂപ്പ് സമവാക്യങ്ങൾ, അതുപോലെ തന്നെ ഈ പല നേതാക്കന്മാർക്കുമുള്ള ഭരണത്തോടുള്ള അമിതമായ താല്പര്യം, എനിക്ക് മുഖ്യമന്ത്രിയാവണം എന്നുള്ള നിലവിലുള്ള കാര്യങ്ങളുണ്ട് എന്നൊക്കെയായിരുന്നു. പക്ഷേ കോൺഗ്രസ് അതെല്ലാം മറന്ന് സീനിയർ ആയിട്ടുള്ള നേതാക്കന്മാർക്ക് ഓരോ ബ്ലോക്ക് വൈസ് ചുമതലകൾ കൊടുത്തു. അപ്പൊ അതെല്ലാം പ്രവർത്തനങ്ങൾ താഴെ തട്ടിൽ നിന്ന് തന്നെ ആ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്നല്ലേ മനസ്സിലാക്കിയത്? തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അതായത് ചുമതല കൊടുത്തത് മാത്രമല്ല, KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് വർക്കുണ്ടല്ലോ, വർക്കിംഗ് പ്രസിഡന്റ് ഇപ്പൊ ഷാഫി പറമ്പിൽ, അതുപോലെ തന്നെ PC വിഷ്ണു ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഓരോ മേഖലയായി തിരിച്ചു കൊടുത്തു. ഉത്തരമേഖല, അതുപോലെ തന്നെ ദക്ഷിണ മേഖല, ഇങ്ങനെ തിരിച്ചു കൊടുത്തു. ഇപ്പം വടക്ക് ഷാഫി പറമ്പിലിന് അങ്ങനെ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് അവർ കൃത്യമായിട്ട് പണിയെടുക്കണം. അതുപോലെ KPCCയുടെ നിർവാഹക സമിതി അംഗങ്ങൾ മുതൽ DCCയുടെ മെമ്പർമാർ വരെ കൃത്യമായിട്ട് അതാത് അവരുടെ യൂണിറ്റുകളിൽ, അതായത് ബൂത്തുകളിൽ, വാർഡുകളിൽ പ്രവർത്തിക്കണമെന്നുള്ള കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അവരുടെ പഞ്ചായത്ത് പിടിച്ചിട്ട് മതി അടുത്ത ഇലക്ഷനിൽ മത്സരിക്കാൻ എന്നുള്ളത് തന്നെയാണ് പാർട്ടി അവർ കൊടുത്തിട്ടുള്ള നിർദ്ദേശമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അത് വളരെ ശരിയാണ്. കാരണം നമ്മുടെ പഞ്ചായത്ത്, നമ്മുടെ വാർഡ് ഒന്നും പിടിക്കാതെ നേരെ അപ്പുറത്തെ ഏതെങ്കിലും നിയമസഭാ സ്ഥലത്ത് പോയി, കോൺഗ്രസ് ശക്തിയുള്ള നിയമസഭാ സ്ഥലങ്ങളിൽ പോയിട്ട് അവിടെയുള്ള പ്രവർത്തകർ വളരെ കഷ്ടപ്പെട്ട് നിൽക്കുന്നിടത്ത് പോയിട്ട് പിടിക്കുക, അവിടെ മത്സരം ജയിക്കുക എന്ന് പറയുമ്പോൾ വലിയ അടിയുണ്ടാകും. അതിനെ വളരെ കൃത്യമായി ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് കോൺഗ്രസ് ഇപ്രാവശ്യം കളത്തിലിറങ്ങിയിരിക്കുന്നത്. പക്ഷെ ഒരു അത്ഭുതപ്പെടുന്ന കാര്യം എന്ന് പറയുന്നത്, വളരെ വിജിലന്റ് ആയി കോൺഗ്രസ് ചില കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ്. അതായത് നമ്മൾ പോലും പ്രതീക്ഷിക്കുന്നതിന് മുമ്പ് തന്നെയാണ് തിരുവനന്തപുരം പോലുള്ള ഒരു കോർപ്പറേഷനകത്ത് ശബരിനാഥനെ മേയർ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് കോൺഗ്രസ് ചില നിർണായകമായ ഇടപെടൽ നടത്തുന്നത്. അവിടെ വൈഷ്ണവെ സ്ഥാനാർത്ഥിയാക്കുന്നു. അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ
പിന്നെ ജനറൽ സെക്രട്ടറി ഉണ്ട്, പുള്ളിക്കാരത്തിയെ പിന്നെ സ്ഥാനാർത്ഥിയാക്കുന്നു. അതുപോലെ വളരെ നിർണായകമായ തീരുമാനമാണ് എടുത്തത്. കാരണം കെ മുരളീധരൻ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് അവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് കൊടുക്കുന്ന ഒരു ഊർജ്ജം എന്ന് പറയുന്നത് ചെറുതല്ല. തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത് വളരെ അധികം കോൺഗ്രസ് ഉണർന്നു കഴിഞ്ഞു എന്ന് തന്നെ പറയാം. അതെ, മാത്രമല്ല തിരുവനന്തപുരം കോർപ്പറേഷൻ LDF BJP എന്ന രീതിയിൽ ഉള്ള സംസാരമായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. അതായത് CPM-ന്റെ ജനവിരുദ്ധമായിട്ടുള്ള നയങ്ങൾക്കെതിരെ, ഭരണത്തിനെതിരെ അവിടെ മൊത്തത്തിലെ തന്നെ ആളുകൾ വലിയ പ്രശ്നമുണ്ട്, വലിയ ഭരണവിരുദ്ധ വികാരമുണ്ട്. ആ ഭരണവിരുദ്ധ വികാരത്തിനെതിരായിക്കൊണ്ട് അതിന്റെ ഒരു ആൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് BJP ആണ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ടായിരുന്നു. BJP ലക്ഷ്യമിട്ടത് തിരുവനന്തപുരവും തൃശ്ശൂരും പിടിക്കണം എന്ന് തന്നെയാണ് ഇപ്പൊ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP-യുടെ ലക്ഷ്യം അങ്ങനെ ഒന്നായിരുന്നു. അത് തിരുവനന്തപുരത്ത് കോൺഗ്രസ് അത്ര ശക്തമാവില്ല എന്നൊരു ധാരണ അവർക്കുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ BJP-യും ഭയന്നിട്ടുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കും. 100% എന്തായാലും BJP പോലും ഞെട്ടിയിട്ടുണ്ട്. കാര്യം ഈ കോൺഗ്രസ് ഈ രീതിയിൽ വളരെ ശക്തമായി പ്രവർത്തിക്കുമെന്ന്, വളരെ നേരത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് തർക്കങ്ങളില്ലാതെ, ഇല്ലെങ്കിൽ വലിയ രാജികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പം കോഴിക്കോട് കോർപ്പറേഷനിൽ തന്നെ ഇപ്പൊ കോൺഗ്രസിന്റെ ഒരു നിലവിലുള്ള ഒരു മെമ്പർ AAP-യിലേക്ക് മാറിയിട്ടുണ്ട്. കൃത്യമായി നമുക്ക് മനസ്സിലാവും ഈ അധികാര തർക്കങ്ങളും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് അത്തരത്തിലൊരു തർക്കങ്ങളൊന്നും കോൺഗ്രസിനകത്ത് ഉണ്ടായില്ല എന്നുള്ളതും, ഏകകണ്ഠേനെ ഈ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും, കെ മുരളീധരനെ പോലെ ഒരാൾക്ക് ചാർജ് കൊടുത്തു എന്ന് പറയുന്നതൊക്കെ കോൺഗ്രസിന് പുതിയ ഒരു ജീവൻ അവിടെ നൽകിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ BJP-ക്ക് വളരെ ശക്തമായിട്ടുള്ള ഭീഷണിയായിട്ട് കോൺഗ്രസ് അവിടെ നിൽക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ നമ്മൾ കേരളം മൊത്തം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ CPM-നെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം വളരെ ശക്തമായി സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ഒരു പ്രതിപക്ഷത്ത് അതിനെ മറികടക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നത് ആര് എന്നുള്ളതായിരുന്നു ചിന്ത, അല്ലെങ്കിൽ ചോദ്യം എന്ന് പറയുന്നത്. അപ്പം പല പഞ്ചായത്തുകളും അഴിമതിയുടെ ഉത്തരങ്ങളായി മാറിയിരിക്കുകയാണ്. പല ജില്ലാ പഞ്ചായത്തുകൾ, ഇപ്പോൾ കണ്ണൂർ ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ദിവ്യ എന്ന് പറയുന്ന CPM-ന്റെ നേതാവ്, ഇപ്പം നവീൻ ബാബു എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനെ, ഒരു സത്യസന്ധനായ ഉദ്യോഗസ്ഥനെ എങ്ങനെയാണ് ഇല്ലാതാക്കിയെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ ഓരോ നേതാക്കന്മാരും ഇപ്പം കോർപ്പറേഷൻ ആയിക്കോട്ടെ, മറ്റു കാര്യങ്ങളായിക്കോട്ടെ, അഴിമതിയിൽ മുങ്ങി നിൽക്കുന്നു, തദ്ദേശ ഫണ്ടുകൾ കൃത്യമായി വിനിയോഗിക്കുന്നില്ല, റോഡുകളുടെ വലിയ പ്രശ്നമുണ്ട്, എല്ലായിടത്തും വലിയ പ്രശ്നമാണ്. ഇപ്പം തൃശ്ശൂരില് അതുൽ കൃഷ്ണ എന്ന് പറയുന്ന ഒരു വ്യക്തി, അയാൾക്ക് ഉണ്ടായ പേഴ്സണൽ ആയിട്ടുള്ള ഒരു നീതി നിഷേധത്തിൽ നിന്നാണ് അയാൾ ഒരു വ്ളോഗറായി അറിയപ്പെട്ടത്. ആ പഞ്ചായത്തിലെ മുഴുവൻ കുറ്റങ്ങളും ആളുകളോട് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് അയാൾ ഈ സമൂഹത്തിലേക്ക് വന്നത്. അപ്പോൾ ആ തരത്തിൽ ആളുകൾ മൊത്തം പ്രതികരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായ മെജോറിറ്റിയിൽ ഭൂരിപക്ഷം നേടാവുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അത് വളരെ കൃത്യമായി കോൺഗ്രസ് മനസ്സിലായിക്കൊണ്ട് പ്രവർത്തിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം ഇപ്പം DCC പ്രസിഡന്റുമാര് അതുപോലുള്ള ആളുകളൊന്നും മത്സരിക്കുന്നില്ല. അവരൊക്കെ തന്നെ ഇതിന് ചുക്കാൻ പിടിക്കുകയാണ്. അല്ലെങ്കിൽ പിന്നെ നേതാക്കന്മാരെല്ലാം കൂടി ഇറങ്ങിയിട്ട് ആരും ഇതിനെ നിയന്ത്രിക്കാനില്ലാത്തൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമായിരുന്നു. ഇനിയിപ്പോ ആ തരത്തിലുള്ള കാര്യങ്ങൾ ഇല്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ഈ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത്, അതുപോലെ തന്നെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത്, വയനാട് ജില്ലാ പഞ്ചായത്ത്, തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത്, എറണാകുളം ജില്ലാ പഞ്ചായത്ത് തുടങ്ങി ഒരുപാട് ജില്ലാ പഞ്ചായത്തുകളിൽ UDF-നാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മെജോറിറ്റി ഉള്ളത് എന്നുള്ള രീതിയിലേക്കുള്ള പല അഭിപ്രായ സർവേകളും കാര്യങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. അത് ഈ ഇടതുപക്ഷത്തിന്റെ ദുർഭരണം കൊണ്ടാണ്. അവിടെ അവരുടെ നേതാക്കന്മാർക്ക് ആളുകളെ പലവിധ ജോലികളിലേക്ക് തിരികെ കയറ്റുന്നു, PSC നോക്കുകുത്തിയാക്കുന്നു. ഈ കരാർ നിയമനങ്ങൾ നമുക്കറിയാലോ, പല വിധത്തിലുള്ള കരാർ നിയമനങ്ങളുണ്ട്. അപ്പം കരാർ അടിസ്ഥാനത്തിൽ ആളുകളെ നിയമിക്കുകയും അത് പാർട്ടിയിലെ വേണ്ടപ്പെട്ട ആളുകൾക്ക് മാത്രം കൊടുക്കുകയും അവരെ പിന്നീട് സ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ ആ തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഏറ്റവും ഒടുവിൽ ഈ അടിത്തട്ടിൽ പല പ്രശ്നങ്ങൾ, ഇപ്പൊ മാലിന്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ വലിയ രീതിയിൽ ഉയർന്നു വരുന്നു എന്നുള്ളത് കൊണ്ടൊക്കെ തന്നെ വലിയ ഭരണവിരുദ്ധ വികാരമുണ്ട്. ആ വികാരത്തെ കൃത്യമായി മുതലാക്കാൻ UDF-ന് കഴിയും. UDF-ന് അനുകൂലമായ സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്.